കന്യാസ്ത്രീകളുടെ അറസ്റ്റിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധം തുടരുമെന്ന് തൃശൂർ ഇരിങ്ങാലക്കുട രൂപത. കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരായ ഇടയലേഖനം നാളെ പള്ളികളിൽ വായിക്കും. കന്യാസ്ത്രീകളുടെ മോചനത്തിൽ കേന്ദ്ര സർക്കാരോ ഛത്തീസ്ഗഡ് സർക്കാരോ ഇടപെടലുകൾ നടത്തിയിട്ടില്ലെന്നത് നിരാശാജനകമെന്നും ഇടയലേഖനത്തിൽ വിമർശനം. ഇടയലേഖനത്തിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതുകൊണ്ട് പ്രശ്നപരിഹാരമായില്ലെന്ന് സഭാ വക്താവ് ജോസ് തിളയത്ത് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പൊളിറ്റിക്കൽ കമ്പൽഷൻ കൊണ്ട് തൽക്കാലം പൊളിറ്റിക്കൽ അജണ്ട ആയിട്ട് ചെയ്തെന്നുള്ള ഒരു അസസ്മെന്റിലാണ് എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലത്തേക്ക് കൂടി ഒരു ഇതായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന പാർട്ടിയെക്കാളും കൂടുതൽ ഇതൊരു ഇഷ്യൂ ഓഫ് മൈനോറിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന്റെ നിലനിൽപ്പിന്റെ ഒരു ഇഷ്യൂ ആയിട്ടാണ്. ഇപ്പൊ അതിലൊരു ഭാഗത്ത് എടുത്ത് പറയുന്നുണ്ട്, നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇവിടെ തന്നെ തകർന്ന് തരിപ്പണമാകും എന്നുള്ള ഒരു പോയിന്റാണ് അതിൽ മെയിൻ ആയിട്ട്. ക്രിസ്ത്യൻസിനെതിരായിട്ടുള്ള വ്യാജ കേസാണെന്ന് വളരെ വ്യക്തമാണ്. അത് പിൻവലിക്കണം ഗവൺമെന്റ്. രണ്ടാമത്തെ പറയുന്നത് ഈ വ്യാജ കേസ് ഉണ്ടാക്കുന്ന ആ സാഹചര്യം ചില തീവ്ര ചിന്താഗതിക്കാരിൽ നിന്നും ഉണ്ടായതാണ്, അല്ലാതെ പൊതു ഹിന്ദു സമുദായത്തിൽ നിന്നും മറ്റുമല്ല. അത്തരം ഫ്രിഞ്ച് എലമെന്റ്സിനെ നിയന്ത്രിക്കണം, സംഘടനകളെ താഴ്ത്തിപിതാവ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, നിരോധിക്കണം. പാമ്പാലന പിതാവും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെയുള്ളത് നമ്മുടെ പൊതുസമൂഹത്തിന് ഒരു ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സെക്കൻഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം നടപടികൾ ഇനി ഉണ്ടാവരുത്. അതിന് മുൻകൈ എടുക്കുന്ന സംഘടനകളെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ നിരോധിക്കണം. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതുകൊണ്ട് പ്രശ്നപരിഹാരം ആയില്ലെന്നാണ് സഭാ വക്താവ് ജോസ് തിളയത്ത് ന്യൂസ് മലയാളത്തോട് പറഞ്ഞിരിക്കുന്നത്. വസ്തുതകളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, ഇതുവരെ ചില ഒറ്റപ്പെട്ട പ്രതികരണങ്ങളും പ്രതിഷേധ സ്വരങ്ങളുമായിരുന്നു കന്യാസ്ത്രീകൾക്കടക്കമുള്ള വിഷയങ്ങളിൽ രാജ്യത്തെ ക്രൈസ്തവരും ന്യൂനപക്ഷങ്ങളും നേരിടുന്ന വിവിധ വിഷയങ്ങളിൽ ചില പുരോഹിതന്മാർ നടത്തിയതെങ്കിൽ ഇപ്പോൾ സീറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള അതിരൂപത തന്നെ, സീറോ മലബാർ സഭ തന്നെ ഈ വിഷയത്തിൽ സജീവമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് NIA കോടതിയിൽ നിന്നും കന്യാസ്ത്രീകളായിട്ടുള്ള 2 പേർക്കും ജാമ്യം ലഭിച്ചെങ്കിലും ഇതൊരു താൽക്കാലികമായിട്ടുള്ള പരിഹാരം മാത്രമാണ്. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും ക്രൈസ്തവരും വലിയ ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പ്രശ്നം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ള നിലപാട് തുറന്നു പറയുകയാണ് ഇരിങ്ങാലക്കുട രൂപത. ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷനായിട്ടുള്ള ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ തയ്യാറാക്കിയ ഇടയലേഖനത്തിന്റെ പകർപ്പും ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. നാളെ ഇത് ഈ രൂപതയ്ക്ക് കീഴിലുള്ള മുഴുവൻ പള്ളികളിലും വായിക്കും. ചാലക്കുടിയിൽ രൂപതയുടെ കീഴിൽ വൈദികരെയും സന്യാസി സമൂഹത്തെയും അതോടൊപ്പം തന്നെ സഭാ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധവും ഇതിന്റെ ഭാഗമായി നടക്കും. നമ്മൾ സഭാ വക്താവിനോട് ചോദിച്ചിരുന്നു, ജാമ്യം കിട്ടിയ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു പ്രതിഷേധത്തിന് കാര്യമുണ്ടോ എന്നുള്ളത്. അദ്ദേഹം എടുത്തു പറഞ്ഞത് ഇത് ഈ പ്രശ്നം ഇവിടം കൊണ്ട് പരിഹരിക്കപ്പെടുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയുന്നത്. വൈദികരെയും ജാമ്യം ലഭ്യമായെങ്കിലും നിയമക്കുരുക്കിലൂടെ തന്നെ മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ് കന്യാസ്ത്രീകളുടേത്. അത് പ്രതിഷേധാർഹമാണ്. കന്യാസ്ത്രീകളുടെ മോചനത്തിൽ കേന്ദ്ര സർക്കാരോ ഛത്തീസ്ഗഡ് സർക്കാരോ ഇടപെടലുകൾ നടത്തിയിട്ടില്ല എന്നും ഈ ജാമ്യം ലഭിച്ച് കന്യാസ്ത്രീകൾ പുറത്തിറങ്ങുന്ന അവസരമുണ്ടായപ്പോഴും തയ്യാറാക്കിയ ഇടയലേഖനത്തിൽ പറയുന്നു. രാജ്യത്തെ നിയമങ്ങൾക്കും മതസ്വാതന്ത്ര്യത്തിനുമെതിരായി വ്യക്തികളെ ഭീഷണിപ്പെടുത്തുകയും അന്യായമായി തടവിൽ വയ്ക്കുകയും ചെയ്ത ആൾക്കൂട്ട വിചാരണ എതിർക്കപ്പെടേണ്ടതാണ്. രാജ്യത്തെ മൈനോറിറ്റി വിഭാഗത്തിന് പെടുന്ന ആളുകൾക്ക് ഈ രാജ്യത്ത് ഉറപ്പാക്കുന്ന ഭരണഘടനയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിന് ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് ഗ്രൂപ്പുകളെ, തീവ്രവാദ ആശയങ്ങൾ പിന്തുടരുന്ന ഹിന്ദുത്വ ഗ്രൂപ്പുകളെ അടക്കം നിരോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം സഭാജനങ്ങളിൽ പലവിധ അഭിപ്രായങ്ങളും പലവിധ രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളുമുണ്ട്. ഇവരെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഇതുവരെ നടന്ന ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളായിരിക്കില്ല ഈ താൽക്കാലികമായ ഒരു വിഷയത്തിൽ പരിഹാരമായെങ്കിലും തുടർന്നും പ്രത്യക്ഷമായ സമര പരിപാടികളിലേക്ക് കടക്കുന്നില്ലെങ്കിൽ പോലും സഭാജനങ്ങൾക്കിടയിൽ ഒരു ബോധവൽക്കരണവുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഇരിങ്ങാലക്കുട രൂപത വ്യക്തമാക്കുന്നത്. ഇത് രൂപതയുടേത് മാത്രമായിട്ടുള്ള ഒരു നിലപാടായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമായിട്ടോ നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. സീറോ മലബാർ സഭ അടക്കമുള്ള വിവിധ ക്രൈസ്തവ സഭകളുടേതായിട്ടുള്ള യോജിച്ച ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രതിഷേധ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സൂചനകളായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ
രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ക്രൈസ്തവർക്ക് ബോധ്യമുണ്ട്. ബിഷപ്പ് പോളി കണ്ണുകാടൻ പുറത്തിറക്കിയ ലേഖനത്തിൽ ഈ പറയുന്നത് ജാമ്യം ലഭിച്ചതുകൊണ്ടോ പരിഹാരമായില്ലെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ക്രൈസ്തവർക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ രാജ്യത്തെ നിലവിലെ സാഹചര്യം സഭാജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഇത്തരം ഒരു പ്രതിഷേധമെന്നും പറയുന്നു. നാളെ സിറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള തൃശൂർ അതിരൂപതയ്ക്ക് കീഴിലെ ഇരിങ്ങാലക്കുട അതിരൂപതയിൽ വരുന്ന 2.25 ലക്ഷം സഭാജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി വിവിധ പള്ളികളിലായി 141 പള്ളികളിലായി ഈ ഇടയലേഖനം വായിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചാലക്കുടി നഗരത്തിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കീഴിലുള്ള മുഴുവൻ ആളുകളെയും വൈദികരെയും സന്യാസികളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധ പരിപാടികൾ കൂടി സഭ നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് തന്നെ ഈ BJPക്കും കേന്ദ്ര സർക്കാരിനും അവർ പിന്തുടരുന്ന ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങൾക്കുമെതിരെ ശക്തമായ പ്രതിഷേധവുമായി കന്യാസ്ത്രീകളുടെ അറസ്റ്റിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിലും പ്രതിഷേധം തുടരുമെന്നാണ് തൃശൂർ ഇരിങ്ങാലക്കുട രൂപത വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെയോ BJPയുടെയോ ഒരു ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നതുകൂടി അവർ വ്യക്തമാക്കുകയാണ്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.